ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് ചെയ്യാനായിട്ട് പോകുന്നത് ICDS സൂപ്പർവൈസറുടെ 10th ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഭാരത സർക്കാരിൻ്റെ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ കുറച്ച് പദ്ധതികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന പദ്ധതികളൊക്കെ തന്നെയായിരിക്കും കൂടുതലും. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചൂടെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചിരിക്കാം. അതിലെ ആദ്യത്തേതാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പേര് കേട്ടിട്ടുണ്ടാവും, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളെ ഭാരതത്തിൽ നിർമ്മാണം നടത്താൻ പ്രോത്സാഹിപ്പിക്കാൻ ഭാരത സർക്കാർ 2014 തുടങ്ങിയ ഒരു സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളെ ഭാരതത്തിൽ നിർമ്മാണം നടത്താൻ പ്രോത്സാഹിപ്പിക്കാൻ ഭാരത സർക്കാർ വർഷം നോക്കുക 2014 തുടങ്ങിയ സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വരുന്നത്. ഓക്കെ, അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എപ്പോഴാണ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 സെപ്റ്റംബർ 25 നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് ഇങ്ങനെയൊന്നും ചിലപ്പോൾ തരില്ല. ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. 2014 സെപ്റ്റംബർ 25 2014 സെപ്റ്റംബർ 25 ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു അല്ലേ. വർഷം കിട്ടിക്കഴിഞ്ഞാൽ അറിയായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി ആരെന്ന് നോക്കിയാൽ നമുക്ക് കിട്ടില്ലേ. അപ്പോൾ ഇതാരാണ് ഇത് കൊണ്ടുവന്നത്? നരേന്ദ്രമോദിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നുകൂടെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കിക്കോളൂ. ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളെ ഭാരതത്തിൽ നിർമ്മാണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനും ഭാരത സർക്കാർ 2014 തുടങ്ങിയ സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ. കറക്റ്റായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 2014 സെപ്റ്റംബർ 25 2014 സെപ്റ്റംബർ 25 ആരാണ് കൊണ്ടുവന്നത്? നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇവിടെ ലക്ഷ്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പുതിയ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനങ്ങളും കൊണ്ടുവരികയാണല്ലോ അല്ലേ. അതായത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അതിലൊന്നാണ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് വിദേശ നിക്ഷേപം ആകർഷിക്കുവാൻ അല്ലേ, വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടും പിന്നീട് സാമ്പത്തിക രംഗത്തെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇന്ത്യയെ വ്യവസായ സൗഹൃദ രാജ്യമാക്കാനും അതുപോലെ തന്നെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പിന്നെയോ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ അല്ലേ, തൊഴിൽ സാധ്യത കൂടുതൽ കിട്ടും അല്ലേ. അതുപോലെ തന്നെ അങ്ങനെ തൊഴിൽ നൽകാൻ സാധിക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും? തൊഴിൽ ഇല്ലായ്മ പരിഹരിക്കപ്പെടാനും സാധിക്കും. ഒപ്പം എന്ത് സംഭവിക്കും? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും എന്ത് ചെയ്യും? ഈ ഒരു പദ്ധതി ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അവ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു? എന്തൊക്കെ കുറയ്ക്കാനായിരുന്നു, എന്തൊക്കെ കൂട്ടാനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വിദേശ നിക്ഷേപം ആകർഷിക്കുവാനും സാമ്പത്തിക രംഗത്തെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ഇന്ത്യയെ വ്യവസായ സൗഹൃദ രാജ്യമാക്കാനും സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടില്ലേ, പുതിയ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുവാൻ. ഇത്തരത്തിൽ പുതിയ സംരംഭങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യും? അവിടെ തൊഴിൽ ലഭിക്കും. കണക്ട് ചെയ്ത് തന്നെ പോകുന്നപ്പോൾ തൊഴിൽ ലഭിക്കും. അങ്ങനെ തൊഴിൽ ലഭിക്കുന്ന സമയത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ലേ. അങ്ങനെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുന്നു, തൊഴിലാകുന്നു. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിനൊരു കാരണമാകും അല്ലേ, ചെറിയ രീതിയിലെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം കാരണമാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണോ ഞാനിത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെ എന്താണ് സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് ആ പദ്ധതി എന്താണ് ഉപകാരപ്പെടുമെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത്. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രധാനമന്ത്രിയാണ്, അദ്ദേഹമാണത് കൊണ്ടുവന്നത്. 2014 സെപ്റ്റംബർ 25 എന്ന് പറയുന്നതും ആ വർഷവും വളരെ പ്രധാനമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതെന്തിനാണെന്നുള്ളത് കാര്യം
കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം അല്ലേ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ICDSമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ ഏതും ആയിക്കോട്ടെ, പഠന വിഷയമായിക്കോട്ടെ, പഠനപരമായിട്ടായിക്കോട്ടെ, അതല്ലാതെ അപേക്ഷകളല്ലേ, ഇപ്പോൾ അപേക്ഷിക്കേണ്ട സമയം കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, ICDS പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടാവും. അത്തരത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ ഒരു അവസരം ഒരുക്കുകയാണ് പേജ് 3 അക്കാദമി നാളെ. അതായത് നാളെ 25-ാം തീയതി, ഓഗസ്റ്റ് മാസം 25-ാം തീയതി, ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് മാസം 25-ാം തീയതി രാവിലെ 11 മണിക്ക് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി ഒരു സൗജന്യ വെബിനാർ പേജ് 3 അക്കാദമി സംഘടിപ്പിക്കുകയാണ്. ഓക്കെ, ഈ വെബിനാറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ICDSമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ അല്ലേ, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടാവും, ഈ എങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യങ്ങളുണ്ടാവും, അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും, വർക്കിംഗ് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അവയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങൾ തീർക്കുവാനായിട്ടാണ് നമ്മുടെ ഹരികൃഷ്ണൻ സാറ് നാളെ, അതായത് നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം 25-ാം തീയതി രാവിലെ 11 മണിക്ക് ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്കൊരു സൗജന്യ വെബിനാർ സംഘടിപ്പിച്ച് നൽകുന്നത്. ഈ വെബിനാറിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും? ഫ്രീ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ ഈ വെബിനാറിലൂടെ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിനകത്തായിരിക്കും നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ആ ഗൂഗിൾ മീറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, ഒപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വെക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ലഭിക്കും, അതിലേക്ക് ജോയിൻ ചെയ്യാം ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ. ഇനി അതിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പേജ് 3 അക്കാദമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9747886626 എന്ന് പറയുന്ന ആ വാട്സപ്പിലേക്ക് ICDS വെബിനാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ICDS വെബിനാർ എന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇതിലേക്ക് അയച്ചു തരുകയും നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ സംശയങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നാളെയാണ് വെബിനാർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഇതിനകത്ത് ജോയിൻ ചെയ്യുക. ആ സംശയങ്ങൾ തീർത്തു തരാൻ പേജ് 3 അക്കാദമി നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഒരാളുടെ സംശയം ചിലപ്പം വേറെ 100 പേരുടെ സംശയമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരാളുടെ സംശയം നമ്മൾ ഇതിലൂടെ തീർക്കുമ്പോൾ ആ 100 പേർക്കും കൂടെ അത് ഉപകാരപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം ജോയിൻ ചെയ്യുക. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് തരുന്നത്. ക്ലിയർ ആയല്ലോ? സമയം മറക്കണ്ട, നാളെ രാവിലെ, അതായത് ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. ക്ലിയർ അല്ലേ? കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. നോക്കുക, അടുത്തത് അന്ത്യോദയ അന്നായോജന. അന്ത്യോദയ അന്നായോജന AAY കേട്ടോ, AAY അന്ത്യോദയ അന്നായോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പൊതുവിതരണ ശൃംഖലയിലൂടെ നോക്കുക, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നായോജന എന്ന് പറയുന്നത്. ഓക്കെ, അന്ത്യോദയ അന്നായോജന എന്ന് പറയുന്നത് എന്താണ്? പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന അന്ത്യോദയ അന്നായോജന എന്ന് പറയുന്നത്. AAY എന്ന് പറയുന്നത് ഇത് 2000 ഡിസംബർ 25-നാണ് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2000 ഡിസംബർ 25-ന് ആരംഭിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്നായോജന എന്ന് പറയുന്നത്. ഓക്കെ, 2000 ഡിസംബർ 25 അല്ലേ, 2000 ഡിസംബർ 25-നാണ് അന്ത്യോദയ അന്നായോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആരാണ് ആരംഭിച്ചത്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് അന്ത്യോദയ അന്നായോജന എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അവയുടെ ലക്ഷ്യം എന്താണ്? അതായത് പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുക എന്നതായിരുന്നു അവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അത് എപ്പോഴാണ് വരുന്നത്? 2000 ഡിസംബർ 25. വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 2000 ഡിസംബർ 25-നാണ് ആരംഭിക്കുന്നത്. ഇത് എന്താണ്? അടൽ ബിഹാരി വാജ്പേയി ആണ് അത് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്നത്, ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് കേട്ടോ.
ഓക്കെ, അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത്. ആദ്യമായിട്ട് എന്ന കാര്യം ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, സോ ഈ കാര്യങ്ങൾ കിട്ടിയില്ലേ? അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരംഭത്തിൽ ഒരു കുടുംബത്തിന് മാസം തോറും ഇത് വന്ന സമയത്ത് കേട്ടോ 25 കിലോഗ്രാം ഭക്ഷ്യധാന്യമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതി വന്ന സമയത്ത് ഒരു കുടുംബത്തിന്, ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിന് ഒരു മാസം എത്ര 25 കിലോഗ്രാം ഭക്ഷ്യധാന്യമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 2000-ലാണത് വന്നതെന്ന് പറഞ്ഞു അല്ലേ? 2000-ലാണത് വന്നതെന്ന് പറഞ്ഞു. 2000 ഡിസംബർ 25-നാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് 2002 ഏപ്രിൽ മുതൽ എന്ത് ചെയ്തു? ഇത് 25-ൽ നിന്നും 35 കിലോഗ്രാം ആക്കി വർദ്ധിക്കപ്പെട്ടു അല്ലേ? അതായത് ഒരു മാസം എത്രയാണ്? 25 കിലോഗ്രാം ആണ് കൊടുത്തിരുന്നത് ഭക്ഷ്യധാന്യങ്ങളെങ്കിൽ പിന്നീട് 2002 ഏപ്രിലോട് കൂടിയിട്ട് അത് 35 കിലോ, 10 കിലോ കൂട്ടി 35 കിലോ ധാന്യമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഭക്ഷ്യധാന്യമാണ് കൊടുക്കുന്നത്. അപ്പം നിലവിൽ എത്ര കിലോയാണ് ഈ പറയുന്ന ഈ പദ്ധതി പ്രകാരം, അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നിലവിൽ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ഒരു കുടുംബത്തിന് ഒരു മാസം ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവെന്ന് പറയുന്നത് 35 കിലോഗ്രാമാണ്. 35 കിലോഗ്രാമാണ്. ഇതിനകത്ത് ഗോതമ്പ് 2 രൂപയ്ക്കും കുറഞ്ഞ നിരക്കിലാണല്ലോ. ഗോതമ്പ് 1 കിലോ 2 രൂപ എന്ന നിരക്കിലും അരി 1 കിലോ 3 രൂപ എന്ന നിരക്കിലുമാണ് നിലവിൽ നൽകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതൊക്കെ ജസ്റ്റ് ഈ പോയിന്റുകളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നിലവിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കി വെക്കാനാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2000 ഡിസംബർ എന്ന് പറയുന്ന ആ ഒരു വർഷം, 2000 ഡിസംബർ 25 എന്ന് പറയുന്ന ആ ഒരു വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റി നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ച അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റി നോക്കി. ഇത് കൊണ്ടുവന്ന പ്രധാനമന്ത്രിമാരെ പറ്റിയിട്ടൊക്കെ നോക്കി. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് മഹിളാ സമൃദ്ധി യോജനയാണ്. MSY, മഹിളാ സമൃദ്ധി യോജന അല്ലെ? മഹിളാ സമൃദ്ധി യോജനയാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ മഹിളാ സമൃദ്ധി യോജന അല്ലെ? മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമീണ വനിതകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന. മഹിളാ സമൃദ്ധി യോജന. ഈ യോജനകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പഠിക്കുമ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങും. അപ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സൂത്രം കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാകും. മഹിളാ സമൃദ്ധി യോജന. ഓക്കെ, മഹിളാ സമൃദ്ധി യോജന, അതായത് ഗ്രാമീണ വനിതകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏതാണ്? മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. അത് ഗ്രാമീണ സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നതിനും അവരുടെ ഇടയിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് 1993 ഒക്ടോബർ 2-നാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് വർഷം? അത് 1993 ഒക്ടോബർ 2-നാണ്. 1993 ഒക്ടോബർ 2 ആ വർഷം പഠിച്ചു വെക്കുക. 1993 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് 1993 ഒക്ടോബർ 2-നാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. മഹിളാ സമൃദ്ധി യോജന ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒക്ടോബർ 2 കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി നോക്കുക, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ ഫിനാൻസ് പദ്ധതി കൂടിയാണ്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ ഫിനാൻസ് പദ്ധതി കൂടിയാണ് ഏത്? മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഹിളാ സമൃദ്ധി യോജനയുടെ വർഷം എപ്പോഴാണ് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. 1993 ഒക്ടോബർ 2 അല്ലേ? ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് അല്ലേ? അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ആ ഡേറ്റ് അറിയില്ല, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അല്ലേ? അപ്പോൾ 1993 ഒക്ടോബർ 2-നാണ് ഗ്രാമീണ വനിതകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 പദ്ധതികളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ. ഭാരത സർക്കാരിൻ്റെ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നോക്കിയത് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റാണ്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി. രണ്ടാമത് നോക്കിയത് ഏതായിരുന്നു? അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതിയാണ്. പിന്നീട് നോക്കിയത് മഹിളാ സമൃദ്ധി യോജന. 3 എണ്ണം നോക്കിയില്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. ഈ 5 ചോദ്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളോടൊരു 5 ചോദ്യം ഞാൻ ചോദിക്കും. അതിന് കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 1-ാമത്തെ ഉത്തരം ഇന്നത്, 2-ാമത്തെ ഉത്തരം ഇന്നത്, 3-ാമത്തെ ഉത്തരം ഇന്നത്, 4 ഉത്തരം 5 ഇന്നത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഉത്തരം കൂടി എന്തായാലും ഡിസ്കസ് ചെയ്യും. പക്ഷേ നിങ്ങൾ എത്രത്തോളം ഈ പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞത് കൂടി നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം ഉത്തരം എഴുതാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയല്ലേ പലതും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ചോദ്യം
ചോദ്യം പറയാം. അപ്പോൾ ഒന്നാമത്തേൻ്റെ കമൻറ്റ് ചെയ്യുക, 2 കമൻറ്റ് ചെയ്യുക, 3 എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യമാണ്, പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന പദ്ധതി ഏതാണ്? കമൻറ്റ് ചെയ്തോളൂ. എന്താണ്? പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന പദ്ധതി ഏതാണ്? പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ കമൻറ്റ് എഴുതാനുള്ള സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഒന്നാമത്തെ ഉത്തരം കമൻറ്റ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് 2ാമത്തെ നമ്പർ ഇട്ടോ. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം എപ്പോഴാണ്? മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം എപ്പോഴാണ്? 2ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ആ ഒരു വർഷം മാത്രം ഇട്ടാൽ മതി. ഓക്കെ, മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം കമൻറ്റ് ചെയ്തല്ലോ അല്ലേ? ഓക്കെ, അടുത്തത് മൂന്നാമത്തതിലേക്ക് കിടക്കുകയാണ്. 3ാമത്തെ ചോദ്യം നമ്പർ ഇട്ടോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ്? കറക്റ്റായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചവർക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഉത്തരം എഴുതാൻ സാധിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ്? 3 എണ്ണം കഴിഞ്ഞു. നിങ്ങൾക്ക് സമയം വേണ്ട ഒരു പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എഴുതുക. അടുത്തത് 4ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച പ്രധാനമന്ത്രി ആര്? അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച പ്രധാനമന്ത്രി ആര്? അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച പ്രധാനമന്ത്രി ആര്? 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. 5ാമത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. 5 ഇന്ത്യയെ വ്യവസായ സൗഹൃദ രാജ്യമാക്കുക, സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുക തുടങ്ങിയവ ഏതു പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്? ചോദ്യം ഒന്നുകൂടെ. ഇന്ത്യയെ വ്യവസായ സൗഹൃദ രാജ്യമാക്കുക, ഇന്ത്യയെ വ്യവസായ സൗഹൃദ രാജ്യമാക്കുക, സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുക തുടങ്ങിയവ ഏത് പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് എന്നുള്ളതാണ് 5ാമത്തെ ചോദ്യം. പെട്ടെന്ന് കമൻറ്റ് ഇട്ടോ. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ നിലവിൽ ഇപ്പോൾ എടുത്ത 3 പദ്ധതികൾ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ 3 പദ്ധതിയിൽ നിന്ന് നമ്മളുടെ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇത് നിങ്ങൾ എത്രത്തോളം ഉത്തരം എഴുതുന്നു നമുക്ക് നോക്കാം. കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരത്തിലേക്ക് കടക്കുമ്പോൾ നോക്കുക. പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന പദ്ധതി ഏതാണ്? അത് നമ്മൾ പറഞ്ഞു. അന്ത്യോദയ അന്ന യോജന. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം 1993 ഒക്ടോബർ 2. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷം 2014 സെപ്റ്റംബർ 25. അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. പിന്നെയോ ഇന്ത്യയെ വ്യവസായ സൗഹൃദ രാജ്യമാക്കുക എന്ന സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുക തുടങ്ങിയവ ഏത് പദ്ധതിയുടെ ലക്ഷ്യമാണ്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത 5 ചോദ്യത്തിൽ നിന്നും 3 പദ്ധതികളിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിച്ചു. കൃത്യമായിട്ട് നിങ്ങൾ എത്ര പേര് കമൻറ്റ് ചെയ്തു എന്നുള്ളത് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി? 5-ൽ എത്ര മാർക്ക്? ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മുഴുവൻ കിട്ടണം. കാരണം അതൊക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പദ്ധതികളാണ്, ചിലപ്പോൾ ബോറടിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു 3 പദ്ധതികൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തന്നത്. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ ചെയ്യാം. എല്ലാവരും ക്ലാസ് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ICDSൻ്റെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ചുവടെ കൊടുത്തിട്ടുണ്ട്. 9747886626 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്